ഹായ്. അപ്പം നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, കെട്ടിളവെപ്പൊക്കെ എന്നാ ഞാൻ ഇതിലിടാം കേട്ടോ. ഇതിൻ്റെ കൂടെ ക്രമേണ അത് കാണിക്കാം. ഞാനിങ്ങനെ എന്താണെന്നോ, ഞാൻ ഈ കല്ല് അങ്ങോട്ട് ഉള്ളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ്. കല്ലെടുക്കാൻ പറ്റുമെന്നോ? അതൊക്കെ പറ്റും, അതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ കല്ലും കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സിന്ധുമോള് പറഞ്ഞു പിന്നെ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം നമ്മൾ തുടങ്ങുന്നുണ്ട്. എന്താവും ഏതാവുന്നൊന്നും കണ്ടറിയാം. ബാക്കി തമ്പുരാന്റെ കൈമയുണ്ട്. ബാക്കി ഇത്ര വരെ ആയി എന്ന് പറയാം. ഇത്ര വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം കേട്ടോ. അപ്പോൾ നമ്മളെ ബാഹുബലി കല്ലെടുത്ത് പോണ്ട്. ബാഹുബലി 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 കല്ലെടുത്ത് പോണ്ട് പോണ്ട് പോണ്ട്. ഓ ഓക്കെ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ തുടക്കം കുറിക്കലാണ് ഇത്. അപ്പോൾ നമ്മുടെ സിന്ധുമോൾ, സ്പെയിനിലെ സിന്ധുമോളാണ്, അവളാണ് ഇത് പണിത് തരുന്നത്. അവളാണ് ഇത് എന്നാ കേട്ടോ ചെയ്തു തരുന്നത്. അപ്പോൾ വയനാടാണ് കുഞ്ഞിൻ്റെ വീട്. നിങ്ങൾക്ക് അറിയും, എല്ലാവർക്കും അറിയും, സിന്ധുമോള അറിയാം എല്ലാവർക്കും. അപ്പോൾ ഇവൻ കരിക്ക് തേങ്ങയൊക്കെ പൊതിക്കാൻ. ഇതാണ് കട്ട്ള കേട്ടോ, കുഞ്ഞു കട്ട്ള. അത് പിന്നെ പൂജാമുറിക്കാൻ നമ്മൾ ഇങ്ങോട്ട് കാസർഗോഡ് ജില്ലയിൽ പൂജാമുറിക്കാണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞ് റൂമാണ് പൂജാമുറി പറയുന്നത്, കുഞ്ഞ് റൂം. അപ്പോൾ അവൻ നിൽക്കുന്നില്ല, സത്യം നിൽക്കുന്നില്ല, അതാണ് പൂജാമുറി. അപ്പോൾ അത് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ സിന്ധുമോളാണ് ഇത് എന്നാ ചെയ്യുന്നത്. അപ്പോൾ അവൾ നിർബന്ധിക്കുന്ന കുറേ ആയി. ഞാനിങ്ങനെ നീട്ടി ഗണപതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീട്ടി കെട്ടി കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ വൈകിപ്പോയി. വെച്ച് നമ്മൾ കട്ട്ള വെച്ചു. ആ സമയത്ത് ലൈവിലായതുകൊണ്ടാണ് നമ്മൾ പിന്നെ കട്ട്ള വെക്കുന്നത് എടുക്കാൻ കേട്ടോ. ലൈവിൽ എല്ലാവരും കാണണമെന്ന്, പ്രത്യേകിച്ച് എല്ലാവരും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്നേരം സിന്ധുമോൾക്കും കാണാൻ പറ്റുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ അവൾക്ക് വരാൻ പറ്റില്ലല്ലോ, സ്പെയിനിലല്ലേ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോൾ കരിക്ക് സത്യൻ ആദ്യം അവന് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഇല്ല ചേച്ചി കൊടുത്തു. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുമ്പോൾ, നടന്നു വരുമ്പോൾ ഞാൻ വിചാരിച്ചു എനക്കാന്ന് കൊണ്ടു തരുന്നു. പക്ഷെ ഞാൻ വെറുതെ ആയി, എനക്കല്ല കൊണ്ടു തന്നത്. നേരെ നമ്മുടെ വയസ്സായ അമ്മൂമ്മയില്ല, ആ അമ്മൂമ്മക്ക് കൊടുത്തു. അത് ഉഷയുടെ അമ്മേരെ അമ്മയാണ് കേട്ടോ. അവർക്ക് നല്ല പ്രായമുണ്ട്. അവരുടെ വീഡിയോ ഞങ്ങൾ ഇതിലിട്ടിട്ടുണ്ട്, ഒന്ന് കാണണം. ഇതാണ് നമ്മുടെ കട്ട്ള, പടിഞ്ഞാറ്റ കട്ട്ള. അപ്പോൾ ഇന്ന് കട്ട്ള വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണിയെടുക്കുകയല്ല, ഇങ്ങോട്ട് കട്ട്ള വെച്ചിട്ട് അവർ പോകും. അപ്പോൾ നമുക്ക് ഇന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദക്ഷിണ കൊടുത്ത് അവരവരെ പാട്ടിന് പോകും, നമ്മളെ പാട്ടിന് പോകും. അത് ദക്ഷിണ കൊടുക്കുകയാണ്. ഇപ്പോൾ ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പോൾ ഹൈപ്പ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലേ. അപ്പോൾ അവനെടുക്കുക, അവൻ്റെ മുണ്ട് ഉരിഞ്ഞു പോയി തോർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവർക്ക് മൂന്നാക്കും ദക്ഷിണ കൊടുക്കുന്നു. നാളെ മുതൽ അടിച്ച് പൊളിക്കാൻ വീടിൻ്റെ പണി. അപ്പോൾ സത്യന് കൊടുക്കാൻ മറന്നു. അങ്ങനെ വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി സത്യന് കൊടുത്തു. മെയിൻ ആൾക്ക് ലാസ്റ്റാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന ആവശ്യം ഇതാണ്. ഈ കല്ല് മഴ കൊണ്ട് കൊത്തിയെടുക്കാൻ പറ്റില്ല. ഇത് മെഷീൻ വെച്ചിട്ടേ കട്ടാക്കാൻ പറ്റും. അങ്ങനെയാണ്. പൊടിയുണ്ട്, നല്ല പൊടിയുണ്ട്. പിന്നെ പൂഴിയാണ്. അപ്പോൾ പൊടി ഒരു വിഷയമല്ല ഇല്ലാന്ന് ഇവർ. അങ്ങനെ ഒരാൾ ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഹലോ മാഡം, എന്താണ് പരിപാടി? വെള്ളം തീർന്നടാ. എന്നെ ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. വെള്ളം നിന്നടാ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്താണ് മാഡം പരിപാടി? അങ്ങോട്ടൊന്ന് നോക്കിയേ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അപ്പോൾ വീടിൻ്റെ പണി ഇപ്പോൾ വേണ്ട. ജനലെല്ലാം വെച്ചു, കട്ട്ള വെച്ചു. നാളെ മറ്റന്നും കൊണ്ട് ജിൻഡലിൻ്റെ ലെവൽ ആക്കും. ഒരുത്തൻ ഇന്ന് ലീവ്, ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് അവൻ ലീവ്.
തിങ്കളാഴ്ച ലീവ് വെക്കുന്ന ആള്. ഇത് മതിയോ? ഇത് സൈഡ് കുത്തിരിക്കോട്ടെ. അമ്മ കൊടുക്കണം. അമ്മ കൊടുത്തു. അത് വെച്ചോട്ടെ പറ്റാ. നല്ല പലഹാരം. അതാണ് ആ സൈഡ് അങ്ങനെ കല്ലിട്ടൂടാ.